ഹായ് ഹലോ വെൽക്കം ടു പേപ്പർ ബോർഡ് PSC. ഇന്ന് നമ്മൾ SCRT ക്യാപ്സൂൾ എന്ന സെഷനിൽ ജോഗ്രഫി പാർട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ ഭൂപടങ്ങൾ വായിക്കാം എന്ന ചാപ്റ്ററാണ്. ഇതിനു മുന്നേ നമ്മൾ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്നൊരു ചെറിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. സോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി അത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യമുണ്ട്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അറിയാവുന്നവർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. സോ നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഒരു മാപ്പ് എന്നെല്ലാവർക്കും അറിയാലോ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് വെച്ചിട്ടാണ്. അതായത് ഭൂപടത്തിന് പല രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന്, അതിന്റെ ഉള്ളടക്കത്തിന്റെ ബേസിസിൽ അഥവാ കണ്ടന്റിന്റെ ബേസിസിൽ. രണ്ട്, ആ മാപ്പ് നമ്മൾ ഏത് തോതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന ബേസിസിൽ. സോ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിക്കാറ്. ഭൗതിക ഭൂപടങ്ങൾ അഥവാ ഫിസിക്കൽ മാപ്സ് എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്സ് എന്നും. നാച്ചുറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരിക്കുന്ന മാപ്പുകളാണ് ഭൗതിക ഭൂപടങ്ങൾ അഥവാ ഫിസിക്കൽ മാപ്സ്. അതായത് ഇപ്പം ഭൂപ്രകൃതി, കാലാവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന മാപ്പുകളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഇനി കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത സവിശേഷതകൾ വെച്ചിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രകൃതിദത്തമായ സവിശേഷതകൾ വരുന്ന ചിത്രീകരിക്കുന്ന മാപ്പുകളാണ് ഫിസിക്കൽ മാപ്സ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ. ഇനി മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്സ്. അടുത്തത് തോത് അഥവാ സ്കെയിലിന്റെ ബേസിസിൽ നമുക്ക് മാപ്പുകളെ രണ്ടായിട്ട് തിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. ഇപ്പം ചെറിയ തോത് ഭൂപടത്തിന് എക്സാമ്പിൾ ആണ് വേൾഡ് മാപ്പ്. അതായത് നമ്മളൊരു വലിയ പ്രദേശത്തിന്റെ മാപ്പ് നമ്മളൊരു ചെറിയ പേപ്പറിൽ ചിത്രീകരിക്കുകയാണ്. അങ്ങനെ ചിത്രീകരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ അത്രയും വലിയ പ്രദേശത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം വേൾഡ് മാപ്പ് ആണെന്നുണ്ടെങ്കിൽ തന്നെ വേൾഡിലുള്ള എല്ലാ ബിൽഡിങ്സുകളും നമുക്ക് ആ മാപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഈ മാപ്പുകളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു പ്രദേശത്തിന്റെ മാപ്പാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വാർഡിന്റെ പടം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാർഡിൽ എത്ര ആശുപത്രികളുണ്ട്, എത്ര ചെറിയ ചെറിയ കടകളുണ്ട് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആ മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. ഈ വലിയ തോത് ഭൂപടത്തിന് പിന്നെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാഡസ്ട്രൽ മാപ്പ് എന്നും ധരാതലീയ അഥവാ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്നും. കാഡസ്റ്റർ എന്ന വേർഡ് മീൻ ചെയ്യുന്നത് പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം അഥവാ രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നാണ്. ഈ കാഡസ്ട്രൽ മാപ്പിൽ രേഖപ്പെടുത്താറുള്ളത് പാടങ്ങള്, കെട്ടിടങ്ങള്, ഭൂസ്വത്തുക്കളുടെ അതിരുകള്, ഉടമസ്ഥാവകാശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ വില്ലേജ് മാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കാഡസ്ട്രൽ മാപ്പിന് എക്സാമ്പിൾ ആണ്. ധരാതലീയ ഭൂപടങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു വിശദമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കപ്പെടുന്നത്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ളതുമായ എല്ലാ പ്രോപ്പർട്ടീസും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇപ്പോൾ നദികള്, വനങ്ങള്, കൃഷിയിടങ്ങള്, പട്ടണങ്ങള്, ഗതാഗതം, വാർത്താവിനിമയം അങ്ങനെയെല്ലാം ഈ ഒരു ധരാതലീയ ഭൂപടത്തിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാകും. ഇത്രയുമാണ് ഭൂപടങ്ങളുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അടുത്തതാണ് ഭൂപട വായനയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് തോത് അഥവാ സ്കെയില് എന്ന് പറയുന്നത്. ഇപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തോത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂമിയിൽ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം അത് നമ്മൾ മാപ്പിൽ ചിത്രീകരിക്കുമ്പം അതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനെയാണ് തോത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തോതിനെ നമ്മൾ 3 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തതാണ് പ്രസ്താവന രീതി. പ്രസ്താവന രീതിയിൽ ഇപ്പൊ നമ്മള് ഭൂമിയിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം 5 കിലോമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അത് നമ്മൾ മാപ്പിൽ വരയ്ക്കുമ്പം 1 സെന്റിമീറ്റർ ആയിട്ടാണ് വരച്ചത്. എങ്കിൽ പ്രസ്താവന രീതി പ്രകാരം നമ്മളവിടെ തോത് എഴുതുന്നത് 1 സെന്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്നാണ്. അതായത് ആ മാപ്പിലെ 1 സെന്റിമീറ്റർ കാണിക്കുന്നത് ഭൂമിയിലെ 5 കിലോമീറ്റർ ആണെന്നാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അതാണ് ഇത്രയും എളുപ്പമുള്ളൊരു രീതിയാണ് പ്രസ്താവന രീതി എന്ന് പറയുന്നത്.
അടുത്തതാണ് ഭിന്നക രീതി. അതായത് ഇന്ത്യൻസ് ദൂരം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മെട്രിക് സിസ്റ്റം ആണ്. അതായത് സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. അതേസമയം ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറഞ്ഞ മറ്റൊരു സിസ്റ്റം ഉണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ദൂരം അളക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇഞ്ച്, ഫർലോങ്, മൈൽ എന്നീ യൂണിറ്റ് ആണ്. സോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇന്ത്യക്കാരും ഈ ഒരു യൂണിറ്റ് തന്നെയാണ് യൂസ് ചെയ്തത്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ ഒരു മെട്രിക് സിസ്റ്റത്തിലേക്ക് മാറിയത്. സോ അങ്ങനെ ഒരു ആശയക്കുഴപ്പം, ഈ യൂണിറ്റിന്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭിന്നക രീതി കൊണ്ടുവന്നത്. ഭിന്നക രീതിയിൽ 1 സെന്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്ന് പറയുന്നതിന് പകരം 1:5 lakh എന്ന് രേഖപ്പെടുത്തും. അപ്പം ഇന്ത്യൻസ് വായിക്കുമ്പോൾ അതിനെ വായിക്കുന്നത് 1 സെന്റിമീറ്റർ 5 ലക്ഷം സെന്റിമീറ്റർ എന്നും, യൂറോപ്യൻസ് അതിനെ വായിക്കുന്നത് 1 ഇഞ്ച് 5 ലക്ഷം ഇഞ്ച് എന്നുമാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവിടെ നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ആനുപാതികമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. മൂന്നാമത്തെ രീതിയാണ് രേഖാരീതി. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു മാപ്പിന്റെ പടം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് സൂം ഇൻ ചെയ്യുന്നു, സൂം ഔട്ട് ചെയ്യുന്നു. സൂം ഇൻ ചെയ്യുമ്പോഴും സൂം ഔട്ട് ചെയ്യുമ്പോഴും അവിടെ മാപ്പിന്റെ തോതിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരിമിതി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് രേഖാരീതി അഥവാ ലീനിയർ സ്കെയില് കൊണ്ടുവന്നിട്ടുള്ളത്. മാപ്പിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ആനുപാതികമായിട്ട് ഈ രേഖാരീതിയിലും തോത് വ്യത്യാസപ്പെടും. സോ അത്രയുമാണ് 3 തരത്തിലുള്ള തോതുകൾ നമ്മൾ പറയുന്നത്. 1 പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് ദിശ അഥവാ ഡയറക്ഷനെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും ഈ ഒരു ചാപ്റ്ററിലും പറയുന്നില്ല. സോ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അടുത്ത ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഇത് മിക്ക PSC പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ഓരോ നിറവും അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുമാണ്. ഈ ഒരു ടേബിൾ പഠിക്കാമെങ്കിൽ അത്രയും നല്ലത്. സോ ആദ്യം പച്ച എന്ന നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ്. അത് തിരിഞ്ഞു പോകരുത്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറമാണ് കൂടുതലും PSC പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ മഞ്ഞ നിറമാണ് കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നിറം പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. കറുപ്പ് നിറം തീവണ്ടിപ്പാത, അക്ഷാംശ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നു. ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നത് നീല നിറമാണ്. അത് എളുപ്പം എല്ലാവർക്കും കിട്ടും. തവിട്ട് നിറം പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. അപ്പം ഈ കളേഴ്സ് ഇത്രയും എന്തായാലും പഠിച്ചിട്ട് പോവുക. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ഈ ചാപ്റ്ററിൽ പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മാപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് സർവേകൾ നടത്തിയിരുന്നതായിട്ട് നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചായിരുന്നു. അപ്പം അത്തരത്തിലൊരു സർവേ, അതായത് ഇന്ത്യയുടെ തെക്ക് നിന്നും വടക്ക് വരെ ഒരു സർവേ നടത്തിയ വ്യക്തിയാണ് വില്യം ലാംപ്ടൺ. അദ്ദേഹമാണ് സർവേ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ഫിനിഷ് ചെയ്യുന്നത് ജോർജ് എവറസ്റ്റ് എന്ന വ്യക്തിയാണ്. അപ്പം ഈ ഒരു സർവേയിലൂടെയാണ് മൗണ്ട് എവറസ്റ്റിന്റെ നീളം നിർണ്ണയിക്കപ്പെടുന്നത്. സോ ആ 2 പേരുകൾ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിലെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. താങ്ക്